ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഓഗസ്റ്റ് 26 ആണ്ടുവട്ടത്തിലെ 21-ാം വാരം ചൊവ്വ. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗം നമുക്ക് മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നത് യേശു ഫരിസേയരെയും നിയമജ്ഞരെയും ശാസിക്കുന്ന മറ്റൊരു രംഗമാണ്. യേശു പറയുന്നു, കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഈ വചനഭാഗം നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ ബാഹ്യമായ പ്രവൃത്തിയേക്കാൾ ആന്തരികമായ വിശുദ്ധിക്ക് നമ്മൾ പ്രാധാന്യം നൽകണമെന്നാണ്. നമ്മളൊരു പക്ഷേ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്നുണ്ടാവാം, കുമ്പസാരിക്കുന്നുണ്ടാവാം, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടാവാം. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ, നമ്മുടെ സഹോദരങ്ങളുടെ മുൻപിൽ നീതിയോടും കരുണയോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കാൻ നാം മറന്നുപോയെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലെയാണ്. നമ്മുടെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒന്നാണ് ചെറിയ ചെറിയ തെറ്റുകളെക്കുറിച്ച് നമ്മൾ വളരെയധികം വേവലാതിപ്പെടും. എന്നാൽ വലിയ വലിയ തെറ്റുകൾ നാം കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യും. പുറമെ നിന്ന് നോക്കുമ്പോൾ നാം വളരെ നല്ലവരാണെന്ന് ലോകം കാണും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മീയ വളർച്ചയെ തടയുന്ന ഒന്നാണ് കപടഭക്തി. അത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. എല്ലാ നിയമങ്ങൾക്കും ഒരേ പ്രാധാന്യമാണെന്ന് നിയമജ്ഞർ പഠിപ്പിച്ചപ്പോൾ നിയമങ്ങൾ തമ്മിൽ പ്രാധാന്യത്തിൽ വ്യത്യാസമുണ്ടെന്ന് യേശു പഠിപ്പിച്ചു. കൂടുതൽ പ്രാധാന്യമുള്ളവ ചെയ്യാനാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്, അതും മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. വിശുദ്ധ അഗസ്റ്റിൻ പറയും, നീ പുറമേ കൈ കഴുകുമ്പോൾ ആദ്യം ഉള്ളിൽ നിന്നുള്ള അഴുക്ക് കഴുകിക്കളയുക. കാരണം ദൈവം നോക്കുന്നത് പുറത്തല്ല, ഹൃദയത്തിനുള്ളിലേക്കാണ്. നാം നമ്മുടെ പുറമേ ഉള്ള രൂപത്തിലും ലോകം നമ്മെ എങ്ങനെ കാണും എന്നതിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ കാണാതെ പോകുന്നു. ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയം വിശുദ്ധിയുള്ളതാണെങ്കിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധിയുള്ളതായിരിക്കും. അതുകൊണ്ടാണ് യേശു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്നും ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്നും പഠിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതം എന്നത് ദേവാലയത്തിൽ നടക്കുന്ന കർമ്മങ്ങളിൽ മാത്രം പങ്കെടുക്കുന്നതിലല്ല, മറിച്ച് ഹൃദയത്തിൽ വിശുദ്ധി നിറച്ചുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും നീതിയോടെ പെരുമാറുകയും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ആന്തരികമായ വിശുദ്ധി സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളെ കഴുകിക്കളഞ്ഞ് നീതിയും കരുണയും വിശ്വസ്തയുമൊക്കെ മുറുകെ പിടിച്ച് ദൈവത്തിന് മുൻപിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. തീർച്ച. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.